സുഗമമായ മകരവിളക്ക് ദർശനത്തിന് കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് ഇന്നു മുതൽ നിലയ്ക്കലിൽ പ്രവർത്തിക്കും. ശനിയാഴ്ച മുതൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. മകരവിളക്ക് ദർശനം സുഗമമാക്കാനുള്ള ക്രമീകരണം ആരംഭിച്ചു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം നിലയ്ക്കലേക്ക് മാറ്റി. ഇന്നു മുതൽ വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടില്ല. തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000 പേർക്കായി പരിമിതപ്പെടുത്തി. മകരവിളക്ക് ദിവസമായ 14-ന് 1000 പേർക്ക് മാത്രം സ്പോട്ട് ബുക്കിംഗ് നൽകും. ശനിയാഴ്ച മുതൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറഞ്ഞു. പമ്പയിൽ ഈ തത്സമയ ബുക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ഉള്ളൊരു ലാൻഡോട് പ്രശ്നമാവും, അല്ലെങ്കിൽ ഒരു കൊളീഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസും എ ഡി ജി പിയും ദേവസ്വം ബോർഡും ഒക്കെ കൂടി ആലോചിച്ച് ഈ ഒരു തീരുമാനം നമ്മളെടുത്തത്. മാത്രമല്ല ഇപ്പോൾ കോടതി അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ 5000 ആക്കി മാറ്റുകയാണ് നമ്മൾ ഈ സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി മാറ്റുകയാണ്. 12-ാം തീയതി മുതൽ നമ്മൾ ഈ എരുമേലി സത്രം വഴിയുള്ള വനയാത്രകൾ പൂർണ്ണമായും 15-ാം തീയതി വരെ നിരോധിക്കുകയാണ്. അതൊരു തീരുമാനമായിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ പമ്പയിലെ പാർക്കിംഗ് ഒഴിവാക്കാൻ ആലോചനയുണ്ട്. ജനുവരി 15 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സ്ലോട്ടുകളിൽ ബുക്ക് ചെയ്ത തീർത്ഥാടകർ വൈകുന്നേരം 6-ന് ശേഷം എത്തണം. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇത് സംബന്ധിച്ച് മെസ്സേജ് നൽകിയതായി പി.എസ്. പ്രശാന്ത് പറഞ്ഞു. തത്സമയ ബുക്കിംഗ് 15 മുതൽ 11 മണിക്ക് ശേഷമേ ഉണ്ടാകൂ. സുരക്ഷിതവും സുഗമവുമായ അയ്യപ്പ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, സന്നിധാനം.